10-70 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവാഴി. അന്ന് ഈ നാട്ടുകാർക്ക് നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിരൂപമായിരുന്നു അദ്ദേഹം. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐക്കോണിക് ലെജൻഡറി ഓൾഡ് സ്കൂൾ വണ്ടിയാണ്. എല്ലാവർക്കും പരിചിതമാണ് ആ വണ്ടി. ദറ്റ് ഈസ് W123. ദിസ് ഈസ് ഫാസിൽ ഷാജഹാൻ. വെൽക്കം ടു റൈഡ് ആൻഡ് ഡ്രൈവ്. അപ്പോൾ ഇതാണ് നമ്മളെ W123. ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രമുഖന്മാരിലും ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഫാൻ ബേസും അതുപോലെ തന്നെ അക്കാലത്തുണ്ടായിരുന്ന സെയിൽസും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വളരെ മികച്ചതായിരുന്നു. W123യിൽ W ഡിനോട്ട് ചെയ്യുന്നത് ഒരു സെഡാൻ വെഹിക്കിളിനെയാണ്. അന്നുണ്ടായിരുന്നത് S123യും പിന്നെ ഒരു V123 ആണ്. S123 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേഷൻ വാഗൻ, മെർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ വാഗൻ വണ്ടിയാണ് S123 വരുന്നത്. അതിനെ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ലിമോസിനാക്കുമ്പോഴത്തേക്കും V123 ആകും. പക്ഷേ അന്ന് എല്ലാവരും നമ്മുടെ നാട്ടിൽ ഒരു 1986 ഗൾഫിൽ നിന്നൊക്കെ മണി വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ആൾമോസ്റ്റ് ആൾക്കാരും പോയി എടുത്തോണ്ടിരുന്ന സാധനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന W123. ഇതിൽ നമ്മളിന്ന് രാവിലെ ട്രിവാൻഡ്രത്തൊക്കെ ഇട്ടൊന്ന് കറങ്ങിയപ്പോഴത്തേനും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും, ഇതൊരു 10-36 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നൊന്നും ഓട്ടിച്ചാലും ഇതിൻ്റെ തിരുന്നാലും പറയത്തില്ല. നമുക്കിനി ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിലോട്ട് വരികയാണെങ്കിൽ അന്നത്തെ കാലത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്നൊരു ഡിസൈനാണ് ഈ പറയുന്ന റെക്റ്റാങ്കുലർ ഹെഡ് ലാമ്പ് ഡിസൈൻസ്. അന്നത്തെ കാലത്ത് ഒരു ഫോഗ് ലാമ്പും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഒരു വലിയ മെറ്റാലിക് ബമ്പേഴ്സും ഉണ്ട്. പക്ഷേ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം പൊസിഷൻ ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ ദൂരെ നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, അടിയെട്ടാത്ത രീതിയിലുള്ളൊരു ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഐക്കോണിക് ഗ്രില്ല് തന്നെയാണ്. അത്യാവശ്യം വലിയ ഗ്രില്ലാണ് മെർക്കിൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു ബാഡ്ജാണ്. ബാഡ്ജ് എന്താണെന്ന് എനിക്കും അറിയില്ല, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മെർസിഡീസിൻ്റെ ഐക്കോണിക് ലോഗോ ഉണ്ട്. പിന്നെ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ ഒരു വലിയ ലോങ് ഹുഡാണ്. ഇതിലിപ്പോൾ ഒരാൾക്ക് കയറി നിന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കാരണം അത്ര ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഈച്ച് സൈഡിലും ഇതിലും നമ്മൾ കൊടുത്തേക്കുന്നത്. അത് സൗണ്ടൊക്കെ കേൾക്കാം. ഈ കാറിനെ പറ്റി പറയുമ്പോഴത്തേനും നമ്മൾ ഇരിക്കുന്നത് ഇപ്പം 240D ഡീസൽ വേരിയൻ്റ് ആണ്. വരുന്നതെല്ലാം ഡീസൽ വേരിയൻ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത മെർക്ക്. ഇത് 240D ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ 250 ഒക്കെ ഉണ്ട്. അതാകുമ്പോൾ പെട്രോൾ ഒരു ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനൊക്കെയാണ് വരുന്നത്. അത് റയറാണ് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട്. ആൾമോസ്റ്റ് എല്ലാവരും ഡീസൽ എഞ്ചിനാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈൽസിലോട്ട് പോകാം. ഒരു കാലത്ത് നമ്മളിപ്പോൾ എല്ലാ വണ്ടി എടുത്ത് അതിൻ്റെ അകത്തുള്ള ക്രോം എലമെൻറ്റ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ കാണുന്ന സിൽവർ ബീഡിങ്ങും ക്രോമിങ് എല്ലാം റോയൽറ്റി എടുത്ത് കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ അതിപ്രസരിപ്പ് ഇതിൽ കാണാനുണ്ട്. ആൾമോസ്റ്റ് എല്ലായിടത്തും സിൽവറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പാർട്ടീഷൻ ചെയ്യുന്ന അന്നത്തെ തന്നെ ഒരു ഐക്കോണിക് പാർട്ടീഷൻ ചെയ്യുന്ന ഒരു ഡിസൈൻ എലമെൻ്റാണ് ഈ കാണുന്നത്. പിന്നെ സൈഡിൽ പിന്നെ എടുത്തു പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങളിൽ മെയിനായിട്ടാണ് ബെൻസിൻ്റെ ലോഗോയെ വെച്ചുള്ള ഒരു റിമ്മും അതുപോലെ തന്നെ ആ ഒരു 15 ഇഞ്ച് വീൽസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ പറയാനൊരു കാര്യം നേരത്തെ വിട്ടുപോയതാണ്, ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം. സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ്. നമ്മൾ ഇന്ന് ഓട്ടിച്ചപ്പോഴും ആൾമോസ്റ്റ് ഇന്ന് തന്നെ 2-3 ടെറൈൻ മീൻസ് മോശം റോഡിൽ, നമ്മളെ റോഡെല്ലാം ടെറൈനാണല്ലോ, മോശം റോഡിൽ ഓട്ടിച്ചപ്പോഴും നല്ല റോഡിൽ ഓട്ടിച്ചപ്പോഴും വണ്ടി ഒരു ചലനവും ഇല്ല, വളരെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് ആക്ച്വലി അന്നത്തെ ബെൻസിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ആക്ച്വലി ആ ഒരു പേരായിരിക്കാം ഇന്നും ആൾക്കാരെ കൊണ്ട് കേരളത്തിൽ ബെൻസിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് എനിക്ക് തോന്നും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ഓൾറെഡി പറഞ്ഞു, ഒരു മാൻലി ലുക്കുള്ള വണ്ടിയാണ് W123. ഈ ഒരു ഡിസൈൻ അതിന് ശേഷം പിന്നെ വേറെ കുറേ ഇന്ത്യൻ കാറുകൾ, അതായത് കോണ്ടസെല്ലാം കാണാൻ പറ്റിയെങ്കിലും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാറായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംശയമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 500 സംതിങ് ലിറ്റേഴ്സിൻ്റെ ഒരു വലിയ ബൂട്ട് സ്പേസും ഈ വണ്ടിക്കകത്തുണ്ട്.
പിന്നെ അന്നത്തേക്ക് ഇതിനെ ഞാൻ എന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അന്നത്തെ ഏറ്റവും ഡിസൈൻസ് ആയിരുന്നു ഈ കാണുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്. റെക്റ്റാങ്കുലറിൻ്റെ ഒരു മഴ തന്നെ ഈ വണ്ടിക്കകത്തുണ്ട് ആൾമോസ്റ്റ്. പിന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന മെർക്കിൻ്റെ ഈ ലോഗോ, 240Dയുടെ ഈ ബാഡ്ജിങ് എല്ലാം കാണുന്നുണ്ട്. പിന്നെ ബാക്കിലും ഒരു ബമ്പർ ഉണ്ടായിരുന്നു വേറൊരു വണ്ടിയിൽ, ഇതിലിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ എക്സോസ്റ്റിൻ്റെ ആ ഒരു പൈപ്പും വരുന്നുണ്ട്, ഒരു വലിയ ബാക്ക് ഗ്ലാസും വരുന്നുണ്ട് ഈ വണ്ടിക്കകത്ത്. ഈ വണ്ടിയെ പറ്റി പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ്, ജർമ്മനിയിൽ ഈ കാറ് 86 ആണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത്. ഏകദേശം 1.5 ഇയർ ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. നമ്മൾ അന്ന് കേരളത്തിലുള്ളവരെല്ലാം ഈ പറയുന്ന 1.5 ഇയറിനേക്കാൾ മുകളിൽ വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടാണ് ഈ വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആദ്യമായിട്ട് ഇത് ബെൻസിൻ്റെ ആദ്യത്തെ ഈ ക്ലാസ് കൂടിയാണ് നമ്മൾ W123 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡീസൽ വേരിയൻറ്റിന് ടർബോ വന്നത് ഈ കാറിനാണ്. അങ്ങനെ കുറച്ച് ഐക്കോണിക് കാർ സവിശേഷതകൾ എല്ലാം ഈ വണ്ടിക്കകത്തുണ്ട്. അതുകൊണ്ടായിരിക്കണം കേരളത്തിലും ഇന്ത്യയുടെ താഴെയുള്ള ഈ കേരളത്തിൽ പോലും ഇത്രയും നമുക്കൊരു വിൻറ്റേജ് കാറുകൾ ഒരു ടോട്ടൽ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ചിലപ്പോൾ W123 ആയിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഉൾവശ കാഴ്ചകളിലേക്ക് പോവാം. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു വിൻറ്റേജ് കാറിൻ്റെ അകത്ത് നമ്മളൊരിക്കലും പുതിയ സ്പോർട്സ് കാർ ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി ഈ കാറിൽ ഡ്രൈവ് ചെയ്യുകയോ ഇരിക്കുകയോ ചെയ്യരുതെന്നാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് ഒന്ന് വിസിബിലിറ്റിയാണ്. ഫ്രണ്ടാണേലും സൈഡാണേലും ബാക്കാണെങ്കിലും റിയർ വ്യൂ മിറേഴ്സ് ആണെങ്കിലും നമുക്ക് ഏത് ആംഗിൾ നോക്കിയാലും നമ്മളെ ചുറ്റുമുള്ളതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ബെൻസിൻ്റെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഒരു സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ 3 വലിയ അനലോഗ് മീറ്റേഴ്സുള്ള ഒരു കൺസോള്. കീ ഇടുന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ പുള്ള് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ചെയ്യുന്നത്. W123 ഓരോ ജനറേഷനിലും ഓരോ സ്പെക്കാണ് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇപ്പം ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ W123 ആദ്യം ഇറങ്ങുമ്പോൾ 3 സ്പീഡ് ഗിയർ ബോക്സ്, പിന്നെ അത് 4 ആയി, പിന്നെ അത് 5 ആയി. നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്ന കാറിൽ 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം വരുന്ന AC റോട്ടറി ആൽമോസ്റ്റ് AC-യുടെ സ്വിച്ചുകളും എല്ലാം ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് വൈഡറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ AC വെൻ്റാണ് ഈ കാണുന്നത്. ആക്ച്വലി ഇതിൽ നിന്നൊരു ഇൻസ്പയർഡാണ് ഇപ്പോൾ വരുന്ന AMG സീരീസിലുള്ള ബെൻസിൻ്റെ അകത്ത് വരുന്നതെന്ന്. ഈ ഒരു റോട്ടറി നല്ലൊരു ഡിസൈൻ എലമെൻ്റാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഹെഡ് സ്പേസും. ആക്ച്വലി ഇതൊരു പ്രൗഡിയാണ്. ഒരെണ്ണം വാങ്ങിച്ച് വീടിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ആ കാറ്. വീട്ടിലൊരു ആന ഉള്ള പോലെയാണ് ആക്ച്വലി W123 ഉള്ളതെന്ന് പറയുന്നത്. 1976 ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഈ വണ്ടിക്കകത്ത് വരുന്നത് പവർ വിൻഡോയും 4 സ്പീഡ് 4 ടയറും 4 വീലും ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. അത് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയിലൊക്കെ പവർ വിൻഡോ വന്നത് തന്നെ ഏത് ഇയറിലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് അന്ന് W123 ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് ഇപ്പോൾ നല്ല തൈ സപ്പോർട്ടും, അതുപോലെ തന്നെ ഒരു കുഴിഞ്ഞൊരു ഭാഗമാണ്. നമ്മളിതിലിരുന്ന് ഇതിലങ്ങ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണീക്കാനും തോന്നത്തില്ല. ഭയങ്കര റൈഡിങ് കംഫർട്ടാണ് നമുക്കിതിൽ കിട്ടുന്നത്. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇത് ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. ഈ കാറിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ പറയുന്നതിന് മുമ്പ് ഈ കാറ് എടുത്ത് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല ക്രൗഡ് പുള്ളിങ് ആണ് ഈ വണ്ടി. ബിക്കോസ് എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ അവർ വളരെ കൗതുകത്തോടെയും റയർ സ്പീഷീസ് കാണുന്ന കണക്ക് നോക്കിക്കാണുന്ന ഒരു മൊമെൻ്റാണ് ഞാൻ ഇവിടെ കണ്ടത്. അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സ്റ്റിയറിങ്ങിന് അത്യാവശ്യം നല്ല പ്ലേ ഉണ്ടെങ്കിലും വണ്ടി സ്റ്റേബിളാണ്. ഈ കാറിൻ്റെ വെയിറ്റ് അത്രയും മാനേജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഇത്രയും പ്ലേ ആയിട്ടും കാറ് ഒരിക്കലും ഒരു സ്കിപ്പ് ചെയ്ത് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ട്രാക്ഷൻ കുറഞ്ഞ രീതിയിലോട്ടോ ഒന്നും മാറുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ ഓടിച്ച് പോകുന്നുണ്ട്. ഇതിൻ്റെ ഡ്രൈവിങ്ങിലോട്ട് വരുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഷിപ്പാണ് ഓട്ടിക്കുന്നതെന്ന് പണ്ടാരും ആഡിലൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീലാണ് ഇത് ഓട്ടിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം ഈ കാറ് അനങ്ങുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കാറ് സ്വന്തമാക്കണമെങ്കിൽ ഇത്രയും കണ്ടീഷൻ വണ്ടി കിട്ടുക എന്ന് പറയുന്നത് തന്നെ റയറാണ്. അറൗണ്ട് ഒരു 15 ലക്ഷം രൂപയൊക്കെ റേഞ്ചിലാണ് ഞങ്ങൾ OLX നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് ഈ കാറിൻ്റെ. എന്നാലും ഇതുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളവരാരും അങ്ങനെ കൈമാറാതെ ഇപ്പോഴും സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ അവർ ആ ഒരു എന്താ പറയുക ഒരു വിൻറ്റേജ് കാർ കളക്ഷൻ്റെയൊക്കെ ആ ഒരു കളക്ഷനിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണായിരിക്കും ഈ പറയുന്ന W123. ഞാനീ പറഞ്ഞതൊക്കെ W123യുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ബിക്കോസ് നമ്മളൊരു വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ കുറച്ച് കഥകൾ കാണും. ഓരോ വണ്ടിക്ക് ഓരോ കഥകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ വണ്ടിക്ക് ഒരു 2-3 ജനറേഷൻ്റെ കഥകളുണ്ടാവും. അതൊന്നും നമ്മൾ ഒരാൾ നിന്ന് ഒരു എപ്പിസോഡിലൊന്നും പറഞ്ഞാൽ തീരില്ല. കാരണം അത്രയ്ക്ക് എലഗൻ്റാണ് ഈ വണ്ടിയുടെ സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും പറയാനുള്ളത് അയാളുടെ മുത്തച്ഛൻ, അച്ഛൻ, മകൻ അങ്ങനെ ഉപയോഗിച്ച് ഇനി അടുത്ത ജനറേഷന് കൈമാറാൻ പറ്റിയൊരു മുതലാണ് W123. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടിക്കുമ്പോഴാണെങ്കിലും ആക്ച്വലി ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സിമ്പിളായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ വണ്ടി ഓട്ടിച്ചപ്പോഴും ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയാലും. ബിക്കോസ് ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ജമ്മാണ്. ഈ ഒരു കുറച്ച് ഇനിയിപ്പം EVയുടെ യുഗം വന്ന് ഇതെല്ലാം പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ജമ്മ് നമ്മളതിൽ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് ചിലപ്പം റെസ്റ്റോർ ചെയ്ത് മേ ബി ഒരു 10-20 years കഴിയുമ്പോഴത്തേനും റെസ്റ്റോർ ചെയ്ത് ഒരു മ്യൂസിയം സെറ്റപ്പിലൊക്കെ പോകുന്ന വണ്ടി നമുക്ക് ചിലപ്പോൾ റോഡിലെടുത്ത് ഓടിക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല. ആക്ച്വലി ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചതും ഇത് ഓടിച്ചതും. പിന്നെ ഇത്രയും നേരം എല്ലാം കേട്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ അടുത്തെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്.